വർഷം 1944 അമേരിക്കയിലെ ഇല്ലിനോയ്സ് സംസ്ഥാനത്തെ ചെറിയ പട്ടണം മാറ്റോൺ. ഒരു രാത്രി ഒരു സ്ത്രീ ഉണർന്നത് വിചിത്രമായ മണത്തോടെയായിരുന്നു. അല്പസമയത്തിനകം അവർക്ക് തലചുറ്റൽ തുടങ്ങി, കൈകാലുകൾ തളർന്നു, ശരീരം അനക്കാൻ കഴിയാതെ വന്നു. കുടുംബം പുറത്തേക്ക് ഓടിയപ്പോൾ ജാലകത്തിന് സമീപം ആരോ ഓടിമറയുന്നത് കണ്ടതായി അവർ പറഞ്ഞു. അത് വെറും ഒരു സംഭവമല്ലായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അതേ പട്ടണത്തിൽ ഡസൻ കണക്കിന് ആളുകൾ അതേ അനുഭവം പറഞ്ഞു തുടങ്ങി. ഒരു അജ്ഞാതൻ രാത്രിയിൽ വീടുകൾക്കരികിലെത്തി വിഷവാതകം തെളിക്കുന്നു എന്നായിരുന്നു ആരോപണം. പക്ഷേ ആ മനുഷ്യൻ ആരായിരുന്നു? ശരിക്കും ആരെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ മുഴുവൻ പട്ടണത്തെയും പിടിച്ചുലച്ച ഒരു കൂട്ടഭയമായിരുന്നോ അത്? ഇതാണ് ദ മേഡ് ഗെയ്സർ ഓഫ് മാറ്റോൺ മിസ്റ്ററി. 1944 സെപ്റ്റംബർ മാറ്റോൺ പട്ടണത്തിലെ ഒരു വീട്ടിൽ രാത്രി ഉറങ്ങിക്കിടന്നിരുന്ന സ്ത്രീക്ക് വിചിത്രമായ ഒരു മധുരഗന്ധം അനുഭവപ്പെട്ടു. കുറച്ച് മിനിറ്റുകൾക്കകം തലവേദന, ഓക്കാനം, ശരീരം തളരൽ, സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ട്. ഭർത്താവ് പുറത്തേക്ക് നോക്കിയപ്പോൾ ജാലകത്തിനരികിൽ ഒരു അജ്ഞാത രൂപം ഓടിപ്പോകുന്നതായി കണ്ടു. ആ വാർത്ത ഒരു ദിവസത്തിനുള്ളിൽ പട്ടണമെങ്ങും പടർന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നിരവധി കുടുംബങ്ങൾ അതേ അനുഭവം റിപ്പോർട്ട് ചെയ്തു. ചിലർ പറഞ്ഞു ജാലകത്തിനരികിൽ ഒരു മനുഷ്യൻ നിന്നിരുന്നു എന്ന്. മറ്റു ചിലർ വിചിത്രമായ മധുരഗന്ധം അനുഭവപ്പെട്ടതായി പറഞ്ഞു. എല്ലാവർക്കും സമാന ലക്ഷണങ്ങൾ. പത്രങ്ങൾ ഈ അജ്ഞാതന് ഒരു പേര് നൽകി, ദ മാഡ് ഗെയ്സർ. രാത്രിയായാൽ ആരും പുറത്തിറങ്ങാൻ ഭയന്നു. വീടുകളുടെ ജനലുകൾ അടച്ചു. ചിലർ രാത്രി മുഴുവൻ കാവലിരുന്നു. ചിലർ ആയുധങ്ങളുമായി വീടുകൾ കാത്തു. മാറ്റോൺ ഭീതിയിലായിരുന്നു. പോലീസ് അന്വേഷണം തുടങ്ങി. വീടുകൾ പരിശോധിച്ചു, ജനലുകൾ പരിശോധിച്ചു, ഗ്യാസ് സാമ്പിളുകൾ അന്വേഷിച്ചു. പക്ഷേ വിഷവാതകത്തിൻ്റെ വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. ആക്രമണങ്ങൾ നടന്നതായി പറയുന്ന സ്ഥലങ്ങളിൽ ഒരാളെയും പിടികൂടാനായില്ല. അപ്പോൾ പുതിയ ചോദ്യങ്ങൾ ഉയർന്നു. ശരിക്കും ഒരാൾ വിഷവാതകം തെളിച്ചിരുന്നോ? അല്ലെങ്കിൽ സമൂഹത്തെ പിടിച്ചുലച്ച മാസ് ഹൈസ്റ്റീരിയ ആയിരുന്നോ? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജനങ്ങൾ നിരന്തരമായി ഭയത്തിലും സമ്മർദ്ദത്തിലുമായിരുന്നു. ചില മനഃശാസ്ത്ര വിദഗ്ധർ ഈ സംഭവങ്ങളെ കൂട്ടഭയത്തിൻ്റെ ഫലമായി വിശദീകരിച്ചു. എന്നാൽ എല്ലാവരും അത് അംഗീകരിച്ചില്ല. ചില സാക്ഷികൾ ഉയരം കൂടിയ മനുഷ്യനെ കണ്ടതായി പറഞ്ഞു. മറ്റു ചിലർ ഒരാളെയും കണ്ടിട്ടില്ല. ചിലർക്ക് വസ്ത്രങ്ങളിൽ വിചിത്രമായ പാടുകൾ കണ്ടെത്തിയതായി അവകാശപ്പെട്ടു. പക്ഷേ പരിശോധനകളിൽ നിർണായക തെളിവുകളൊന്നും ലഭിച്ചില്ല. ഓരോ ദിവസവും പുതിയ അഭ്യൂഹങ്ങൾ പടർന്നു. അന്വേഷണം കൂടുതൽ സങ്കീർണമായി. ശരിക്കും മാസ് ഗെയ്സർ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അയാൾ ശരിക്കും പിടിക്കപ്പെടാത്ത ഒരു കുറ്റവാളിയായിരുന്നോ? അല്ലെങ്കിൽ ഭയം, അഭ്യൂഹങ്ങൾ, മാനസിക സമ്മർദ്ദം ഇവയെല്ലാം ചേർന്ന് രൂപപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ മാസ് പാനിക് സംഭവങ്ങളിലൊന്നാണോ? ഇന്നും ഇതിന് വ്യക്തമായ ഉത്തരമില്ല. ഒരു ചെറിയ പട്ടണം, രാത്രിയിൽ പടർന്ന വിചിത്രമായ ഗന്ധം, ഡസൻ കണക്കിന് പരാതികൾ, പക്ഷേ പ്രതിയുമില്ല, ഒരു തെളിവുമില്ല. 80 വർഷങ്ങൾക്ക് ശേഷവും ദ മാഡ് ഗെയ്സർ ഓഫ് മാറ്റോൺ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ സംഭവങ്ങളിലൊന്നായി തുടരുന്നു. ശരിക്കും ആരെങ്കിലും വീടുകൾക്ക് ചുറ്റും നടന്നിരുന്നോ? അല്ലെങ്കിൽ മുഴുവൻ പട്ടണവും ഭയത്തിൻ്റെ ഇരയായിരുന്നോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നാളെ ഞാൻ മറ്റൊരു കഥയായിട്ട് വരുന്നതായിരിക്കും.